ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോയുടെ ധന്യനാമത്തിൽ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തൻ്റെ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് ദൗത്യം ഏൽപ്പിച്ചു വിടുകയാണ്. വചനം പ്രഘോഷിക്കുവാനായിട്ട്, പിശാചുകളെ പുറത്താക്കുവാനായിട്ട്, രോഗികളെ സുഖപ്പെടുത്തുവാനായിട്ട് പോകുമ്പോൾ ഈശോ ഇപ്രകാരം ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 7-ാം തിരുവചനം. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. അവരോട് പറയാണ്, നിങ്ങൾ പ്രസംഗിക്കേണ്ടത് ഇപ്രകാരമാണ്: ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ വരവിതാ അടുത്തിരിക്കുന്നു, ദൈവത്തിൻ്റെ രാജ്യം ഇതാ നിങ്ങളുടെ ഇടയിൽ. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാനായിട്ട്, ദൈവത്തിലേക്ക് ഉറ്റുനോക്കുവാനായിട്ട്, ജനങ്ങളെ പഠിപ്പിക്കുവാനായിട്ട്, ഉദ്ഘോഷിപ്പിക്കുവാനായിട്ടാണ് ഈശോ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത്. സഹോദര സഹോദരി, ഒന്ന് ചോദിച്ചോട്ടെ, നിൻ്റെ ജീവിതത്തിൽ നീ എത്രത്തോളം ഈ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്? എത്രത്തോളം സ്വർഗീയ ചിന്തകൾ നിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്? എത്രത്തോളം ഒരു സ്വർഗമുണ്ടെന്നുള്ള ബോധ്യം നിൻ്റെ ജീവിതത്തെ എത്രത്തോളം ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നുണ്ട്? ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ പറഞ്ഞത് ഈ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ശിഷ്യന്മാർ പ്രസംഗിച്ചതും ജീവിച്ചതും ഈ സ്വർഗരാജ്യത്തിന് വേണ്ടിയാണ്. ഇന്ന് നിൻ്റെ ജീവിതം എപ്രകാരമാണ്? വിലയിരുത്തുക. സ്വർഗമായിരിക്കട്ടെ നിൻ്റെ ലക്ഷ്യം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, സ്വർഗരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും കൃപകൾ കൊണ്ടും നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.